ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിൽ മത്തി വറുത്തരയ്ക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി മത്തിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയും 4-5 വെളുത്തുള്ളിയും അല്ലി വെളുത്തുള്ളിയും ഒരു 2 ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലോട്ട് 1 കൈപ്പിടി മാത്രമാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതൊക്കെ തേങ്ങയൊക്കെ ഒരു ക്രിസ്പി ആയിട്ട് വരുന്ന നേരത്ത് നമുക്ക് ഇതിലോട്ട് ഇനി ആവശ്യമായിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി അടുത്തതായിട്ട് ഇതിലോട്ട് വേണ്ടത് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അടുത്തത് ഞാൻ ഇട്ട് കൊടുത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, ഫിഷ് മോളി മസാല പൗഡറാണ് കേട്ടോ. ഗ്രാൻഡ് മാസിൻ്റെ ബ്രാൻഡാണ്. അതും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം ചൂടാറിയ ശേഷം മാത്രം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലോട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് കടുക് വറുത്തെടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടായിട്ട് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 2 പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. 1 തക്കാളിയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മതി, വാടൊന്നും വേണ്ട, തക്കാളി ഉടയൊന്നും വേണ്ട. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പുളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ അരപ്പിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച മത്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 8 മിനിറ്റോളം വേവിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഇരിക്കും തോറും കറിയുടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.